മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടാണ് മഴ പെയ്യുന്നത്. ഇന്നലെ 3 മണി തുടങ്ങിയാണ് മഴ പെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതേ മുറ്റത്തൊക്കെ അതേ വെള്ളം നിൽക്കുന്നുണ്ട്. മഴത്തുള്ളി വീണുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ മഴയാണ്. കണ്ടോ, നല്ലോണം ചവറൊക്കെ വീണുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉണങ്ങിയിട്ടൊക്കെ വേണം ഈ ചവറൊക്കെ അടിച്ചെടുക്കണമെങ്കിൽ ഭയങ്കര പണിയാണ്. മുറ്റമടിച്ച് വരാൻ എല്ലാവർക്കും അറിയായിരിക്കും. മഴക്കാലമായി നമുക്ക് ഭയങ്കര മടിയാണ് കേട്ടോ മുറ്റമൊക്കെ അടിച്ച് വരാനായിട്ട്. എനിക്ക് ഭയങ്കര മടിയാണ് പൊതുവെ മുറ്റമൊക്കെ അടിച്ച് വരാൻ. പിന്നെ എൻ്റെ വീട്ടിൽ കുറച്ച് മുറ്റമുള്ള കാരണം കുഴപ്പമില്ല. ഹസ്ബൻഡ് വീട്ടിൽ ഒരുപാട് മുറ്റമുണ്ട്. ഞങ്ങളുടെ ബാക്ക് സൈഡാണ് കേട്ടോ. അവിടെ ഒരുപാട് ഇലകൾ വീണിട്ടുണ്ട്. അധികം മരങ്ങളില്ലാത്ത പറമ്പാണെങ്കിൽ കുഴപ്പമില്ല. ഒരുപാട് മരങ്ങളുണ്ടെങ്കിൽ പണിയാണ്. അതിനുശേഷം ഞങ്ങൾ പല്ലരപ്പൊക്കെ കഴിഞ്ഞു. പൊന്നു എഴുന്നേറ്റു. ഇതേ തങ്കം എഴുന്നേറ്റിട്ട് തങ്കത്തിന് കുറച്ച് ഇഡ്ഡലിയും പപ്പക്കായ വേവിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവളെ കഴിപ്പിക്കാൻ ഭയങ്കര പണിയാണ്. ഞാൻ അടുത്തിരുന്നിട്ട് ഓരോന്ന് പറയാണ്, കഴിക്കുന്നൊക്കെ. അപ്പോൾ ഓരോ സ്പൂൺ എടുത്തിടാണ് കേട്ടോ. 2 ടീസ്പൂൺ കഴിച്ചാൽ പിന്നെ അവൾ ബാക്കി കഴിക്കില്ല. അതിനുശേഷം അവളെ കുളിപ്പിച്ചു. ഞങ്ങളൊക്കെ കുളിച്ചു. അതിനുശേഷം അവളെ പാലൊക്കെ കൊടുത്ത് അവൾ ഉറക്കിയിട്ടാണ്. അവൾ ഉറങ്ങിയാലേ പണികളൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരുപാട് പണികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവൾ എഴുന്നേറ്റു കേട്ടോ. അവൾ എഴുന്നേറ്റപ്പോൾ ഞാൻ അവളകത്തുനിന്ന് TV കാണാൻ വെച്ച് കൊടുത്തിട്ട് ഞാൻ അടിച്ചു വാരാണ്. അമ്മ ദേ ചിക്കനൊക്കെ നന്നാക്കണുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് ചിക്കൻ കറിയാണ്. ചിക്കനൊക്കെ നന്നാക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടിച്ചു വാരാം കേട്ടോ. അപ്പോഴത്തേന് തങ്കം എഴുന്നേറ്റു. അവളുടെ പണി എന്താ വെച്ചാൽ അടിച്ചു വരുമ്പോൾ കാല് വെച്ച് തട്ടി തെറിപ്പിക്കും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയായപ്പോൾ ഞങ്ങളുടെ വലിയച്ഛൻ്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ മഴ പെയ്യുന്നു. അപ്പോൾ അവനെയും പൊന്നും കൂടി മഴയത്ത് കളിക്കണതാണ് ഈ കാണുന്നത് കേട്ടോ. പിള്ളേർക്ക് മഴയത്ത് കളിക്കാമെന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നില്ല. അവിടെ തന്നെ ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നത്. വീട്ടിൽ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചിക്കൻ വറുത്തൊക്കെ കൂട്ടി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, പിള്ളേരൊക്കെ ഉള്ള കാരണം. അതിനുശേഷം ഞങ്ങൾ കിടന്നുറങ്ങാൻ കേട്ടോ. അപ്പോൾ പൊന്നു മിന്നു തങ്കമൊക്കെ നല്ല ഉറക്കമാണ്. അവർ ഭയങ്കരമായിട്ട് ഉറങ്ങണം. ഞങ്ങൾ ഫാന് കാറ്റ് കിട്ടണം. ഞാൻ ഇപ്പുറം ചെരിഞ്ഞിട്ടാണ് കേട്ടോ ഉറങ്ങുന്നത്. 4 പേർക്ക് കട്ടിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എത്രയുള്ള എൻ്റെ വീഡിയോ? അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.